നീ പ്രോത്സാഹിപ്പിച്ച് നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ആ അമ്മ ഭാവം നീ എടുത്ത് ഉപയോഗിക്കണം. അങ്ങനെ അമ്മ ഭാവത്തെ എടുത്തുപയോഗിക്കുമ്പോൾ എനിക്ക് നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ഞാനെന്ന ആ പരിശുദ്ധ അമ്മയുടെ ഭാവത്തെ പകർന്നു നൽകാൻ സാധിക്കും. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സുന്ദരമായ ഒരവസരമാണ് നമുക്കും പരിശുദ്ധ അമ്മയാകാനുള്ള അവസരം. അതേ പ്രിയമുള്ളവരെ, അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എളുപ്പമാണ്. പക്ഷേ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുക, അമ്മയെപ്പോലെ ജീവിക്കുക, അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടത്തിയ പ്രദക്ഷിണം അത് സഹനങ്ങളുടെ ഒരു പ്രദക്ഷിണമായിരുന്നു. പക്ഷേ പരാതിയില്ലായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിരിക്കുമെന്ന വലിയൊരു ഭാവവും വലിയൊരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളോട് അമ്മ സ്നേഹത്തോടു കൂടെ നമ്മളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തി പറയുന്നത് ഇത്രമാത്രം: എനിക്ക് ഇനിയും ഒരുപാടിടങ്ങളിൽ ഒരുപാട് മക്കളിലേക്ക് ഇതുപോലെ ഇനിയും കടന്നു വരണം. അതിന് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഒരമ്മ ഭാവമുണ്ട്. അത് നിന്റെ വാക്ക്, പ്രവൃത്തി, നോട്ടം, പെരുമാറ്റം, സ്പർശനം എന്നിവയിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ ഞാൻ നിന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അതേ പ്രിയമുള്ളവരെ, അമ്മ പറയുന്നു, രൂപത്തിന് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. രൂപം നിന്റെ രൂപമാണ്, ഭാവം എൻ്റെതാ. അതേ പ്രിയമുള്ളവരെ, അമ്മ ഭാവം ഉള്ളിലേക്ക് സ്വീകരിച്ച് ഈ രൂപത്തിലൂടെ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാൻ നമുക്ക്. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ഉള്ളിലെ അമ്മയെന്ന ഭാവത്തെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് വാക്ക്, പ്രവൃത്തി, ചിന്ത, പെരുമാറ്റം, നോട്ടം, സ്പർശനം എന്നിവയിലൂടെ പകർന്നു നൽകി ഞാനെന്ന രൂപത്തിലൂടെ അമ്മയെന്ന ഭാവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.